സുഹൃത്തുക്കളെ, നമ്മളിന്ന് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഏതാനും ചോദ്യങ്ങൾ കണക്ഷൻസ് ഉപയോഗിച്ച് പഠിക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. അത്ര നല്ല നിലവാരമുള്ള കണക്ഷനൊന്നും ആയിരിക്കില്ല. നമ്മൾ സ്വന്തം അനുഭവത്തിലൂടെയും നമ്മുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. സ്വന്തം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലും ബെറ്റർ ആയിട്ടുള്ള കണക്ഷൻസ് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നമുക്ക് കണക്ഷൻസ് കിട്ടാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതും ഒന്ന് കൺസിഡർ ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കണക്ഷൻ തോന്നുകയാണെങ്കിൽ പറയാം. നമുക്ക് ഈ എക്സാം ഒരു ഹോളിൽ ഇരുന്നിട്ടൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ 4 ഓപ്ഷനിൽ ഇത് കാണുമ്പോഴേക്കും നമുക്ക് അതാണോ ഇതാണോ എന്നുള്ളൊരു ടെൻഷൻ ഒന്നും ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് ധൈര്യമായിട്ട് കറപ്പിക്കാമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അതുപോലെ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, രാമചന്ദ്ര വിലാസം ആദ്യമായി അച്ചടിച്ച് വന്ന പത്രം ഏതാണ്? രാമചന്ദ്ര വിലാസം ആദ്യമായിട്ട് അച്ചടിച്ച് വന്ന പത്രമാണ് മലയാളി. മലയാളി എന്ന് പറയുന്ന പത്രത്തിലാണ് രാമചന്ദ്ര വിലാസം ആദ്യമായിട്ട് അച്ചടിച്ച് വന്നത്. ഞാനത് ജസ്റ്റ് ഓർത്ത് വെക്കാൻ എൻ്റെ പേഴ്സണൽ അനുഭവമായിരുന്നു. ഞാൻ പ്രൈമറി ക്ലാസ്സിൽ ആദ്യമായിട്ട് എന്നെ മലയാളം പഠിപ്പിക്കുന്നത് രാമചന്ദ്രൻ എന്ന് പറയുന്ന രാമചന്ദ്രൻ മാഷായിരുന്നു മലയാളം പഠിപ്പിച്ചത്. ആദ്യമായിട്ട് മലയാളം പഠിപ്പിച്ച അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ജസ്റ്റ് ഓർത്ത് വെച്ചു. പിന്നെ വേറെ ഒന്നും അവിടെ ചിന്തിക്കേണ്ടി വന്നില്ല. അപ്പോൾ ആ രീതിയിൽ അത് കണക്ട് ചെയ്യാൻ കഴിയുന്നവരൊന്ന് ചെയ്യുക. അല്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടെങ്കിലൊന്ന് അതിൽ ഷെയർ ചെയ്യണം. രണ്ടാമത്തെ ചോദ്യം, പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യമാണ് സ്വീഡൻ. പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം സ്വീഡനാണ്. നമ്മൾ പത്രസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ പത്രം വായിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക. പത്രം പബ്ലിഷ് ചെയ്യാനും വായിക്കാനും ഉള്ളത്. അപ്പോൾ സ്വീഡനിൽ നമ്മൾക്ക് സീ ചെയ്യുക എന്നുള്ള രീതിയിൽ ആലോചിക്കാമല്ലോ. സ്വീഡൻ എന്നുള്ളത് നമ്മൾ സീ ചെയ്യാറിനെ കാണുക, വായിക്കുക എന്നുള്ള രീതിയിൽ പത്രം സീ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ സ്വീഡൻ എന്നുള്ളത് നമുക്ക് അവിടെ ഓർത്തു വയ്ക്കാൻ പറ്റും. മൂന്നാമത്തെ ചോദ്യം, അഭിനവ കേരളം എന്ന പത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അഭിനവ കേരളം എന്ന പത്രത്തിൻ്റെ ഉപജ്ഞാതാവ് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഓർക്കാനായിട്ട് നമ്മൾ അഭിനവം എന്നുള്ളത് ഞാൻ അവിടെ അഭിനയ എന്നുള്ള രീതിയിലാണ് ജസ്റ്റ് കണക്ട് ചെയ്തത്. നമ്മൾ അഭിനയിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കും, ഡയലോഗുകൾ പറയാൻ വേണ്ടിയിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിൽ വാക്ക് എന്നുള്ള രീതിയിൽ വാഗ്ഭടാനന്ദൻ എന്നാണ് സംഭവം അവിടെ ആലോചിച്ചത്. അതുപോലെ പത്രം ആയതുകൊണ്ട് പത്രത്തിൽ വാക്കുകളാണ് നമ്മൾ എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലും അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അഭിനയിക്കാൻ വാക്കുകൾ ആവശ്യമാണെന്നുള്ള രീതിയിൽ നമുക്ക് ഡയലോഗുകൾ പറയണമെങ്കിൽ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ആലോചിക്കുകയാണെങ്കിൽ കിട്ടും. അടുത്തത്, നാലാമത്തെ ചോദ്യം, മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ഞാനവിടെ നോക്കിയ സമയത്ത് അവിടെ ദൈവത്തിൻ്റെ പേരുകളുടെ ഒരു കളിയാണ് അവിടെ. ബ്രഹ്മാവ്, അനന്തൻ, ശിവൻ എന്നുള്ള രീതിയിൽ എല്ലാ ദൈവങ്ങളുടെ പേരും അവിടെ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ബ്രഹ്മാനന്ദ ശിവയോഗി, മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയൻ. ആ രീതിയിലാണ് ഞാൻ ഓർത്ത് വെച്ചത്. അഞ്ചാമത്തെ ചോദ്യം, 1939 രാജധാനി മാർച്ച് നടത്തിയ വനിതയാണ് അക്കാമ ചെറിയാൻ. 1939 രാജധാനി മാർച്ച് നടത്തിയ വനിതയാണ് അക്കാമ ചെറിയാൻ. അപ്പം ഞാനത് ആലോചിച്ചത്, ഞാനവിടെ +2 പഠിക്കുന്ന സമയത്ത് 9 മണിയുടെ രാജധാനി എന്ന് പറഞ്ഞൊരു ചെറിയ കുട്ടി ബസ്സിലായിരുന്നു നമ്മൾ സ്കൂളിൽ പോകൽ. അപ്പം അവിടെ 1939 എന്നുള്ളത് ഞാൻ 9 ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 9 കിട്ടിയാൽ നമുക്ക് അവിടെ കണക്ട് ചെയ്യാറോ എന്നുള്ളതിൽ 9 മണിക്ക് 9:05 ബസ്. അപ്പോൾ ഞാൻ 9 മണി റൗണ്ട് ചെയ്ത് പിടിച്ചു. 9 മണിക്ക് വരുന്ന രാജധാനി എന്ന് പറയുന്ന ബസ്, ആ ബസ് ചെറിയ ബസ്സായിരുന്നു. അക്കാമ ചെറിയ എന്നുള്ള രീതിയിൽ ചെറിയ ബസ്സായിരുന്നു. അതിൽ 9 മണിക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡെയിലി ലൈഫിൽ ഉള്ള കാര്യങ്ങളും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അടുത്തത്, ആറാമത്തെ ചോദ്യം, വിദേശ വാർത്തകൾക്കായി റോയിട്ടേഴ്സ് ന്യൂസ് ഏജൻസിയുമായി ബന്ധം വെച്ച ആദ്യ മലയാള പത്രം സ്വദേശാഭിമാനിയാണ്. വിദേശ വാർത്തകൾക്കായിട്ട് സ്വദേശാഭിമാനി, ഞാൻ അവിടെയാണ് ജസ്റ്റ് അത് കിട്ടിയത്. വിദേശം സ്വദേശം എന്നുള്ള രീതിയിൽ ഓർത്താണ്. വിദേശ വാർത്തകൾക്കായിട്ട് റോയിട്ടേഴ്സ് ന്യൂസ് ഏജൻസിയുമായിട്ട് ബന്ധം സ്ഥാപിച്ച ആദ്യ മലയാള പത്രം സ്വദേശാഭിമാനി. അപ്പോൾ വിദേശ വാർത്തകൾക്കായി എന്ന് കണ്ടാൽ തന്നെ സ്വദേശാഭിമാനി, വിദേശം സ്വദേശം എന്നുള്ള രീതിയിൽ നമുക്കവിടെ ജസ്റ്റ് ആലോചിച്ചാൽ കിട്ടും. അടുത്ത ഏഴാമത്തെ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്, ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെളുപ്പായിരുന്നു. അപ്പോൾ ആരായാലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വെള്ള വസ്ത്രം കൊണ്ടാണല്ലോ പുതപ്പിക്കുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്താൽ മതി. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണത്. അടുത്തത്, എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പ്രഭാത പത്രം എന്നറിയപ്പെടുന്നത് മലയാള രാജ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രഭാത പത്രം എന്നറിയപ്പെടുന്നത് മലയാള രാജ്യമാണ്. ജസ്റ്റ് അങ്ങനെ തന്നെ ആലോചിച്ച് വെച്ചാണ്. അവിടെ കോഡും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. 9ാമത്തെ ചോദ്യം, മലയാള രാജ്യത്തിൻ്റെ ആദ്യ പത്രാധിപരാണ് KG ശങ്കർ. മലയാള രാജ്യം എന്ന് പറയുന്ന ഈ പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരാണ് KG ശങ്കർ. അത് ആലോചിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാള രാജ്യത്തിൻ്റെ ആദ്യ പത്രാധിപർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പത്രാധിപരാകുന്ന സമയത്ത്
പുള്ളിക്കാരന് ഒരു ശങ്ക ഉണ്ടായിരുന്നു, ഞാനാവണോ ആദ്യത്തെ ആൾ, വെറുതെ എന്തിനാണ്, എന്തെങ്കിലും ഒരു പണി വന്നാൽ നമുക്കത് ബുദ്ധിമുട്ടല്ലേ എന്നുള്ള രീതിയിൽ പുള്ളി ചിന്തിക്കുന്ന രീതിയിൽ ഞാനൊന്ന് ആലോചിച്ചാണ് അങ്ങനെ KG ശങ്കർ. അപ്പോൾ ഒരു ശങ്ക ഇങ്ങനെ ആദ്യത്തെ പത്രാധിപർ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ, നമുക്ക് ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ലാതെ ആ രീതിയിലാണ് ഞാൻ ജസ്റ്റ് അവിടെ കണക്ട് ചെയ്യാൻ വെച്ചത്. ഇനി 10ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് പ്രധാന പങ്ക് വഹിച്ച പത്രം. വൈക്കം സത്യാഗ്രഹത്തിൽ പ്രധാന പങ്ക് വഹിച്ച പത്രമാണ് സ്വരാട്. സ്വരാജ് എന്നല്ല, സ്വരാട് തന്നെയാണ്, സ്വരാട്. അപ്പം ഞാൻ അവിടെ ആലോചിച്ചത്, നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരാടിൻ്റെ കഥ ഉണ്ടല്ലോ, പാത്തുമ്മയുടെ ഒരാട് എന്നുള്ള രീതിയിൽ, സ്വരാട് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരാടിൻ്റെ കഥയാണ് പാത്തുമ്മയുടെ ആട്. ഒരാട് എന്നുള്ള രീതിയിൽ വൈക്കം സത്യാഗ്രഹം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരാടിൻ്റെ കഥയാണ് പാത്തുമ്മയുടെ ആട് എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ജസ്റ്റ് ഓർത്തത്. വൈക്കം സത്യാഗ്രഹത്തിന് പ്രധാന പങ്ക് വഹിച്ച പത്രം സ്വരാട് എന്ന് നമുക്ക് ഈസി ആയിട്ട് ഓർക്കാൻ പറ്റും. അടുത്തത് 11ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു കാഞ്ചീപുരത്തെ നാരായണ സേവാശ്രമം സ്ഥാപിച്ച വർഷം 1916. അപ്പം നാരായണ എന്നുള്ളതിലൊരു 6 കിടപ്പുണ്ടല്ലോ, നാരായണ 16 എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് നമ്പർ ഓർത്ത് വെക്കാൻ പറ്റും, ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ. 12ാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ പൂന്തോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരമാണ് ബാഗ്ദാദ്. ദൈവത്തിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന നഗരമാണ് ബാഗ്ദാദ്. നമ്മൾ ദൈവത്തിൻ്റെ പൂന്തോട്ടം എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ പൂവൊക്കെ വളരെ കോസ്റ്റ്ലി ആയിരിക്കും. നമ്മൾ സാധാരണ ലോക്കൽ പൂന്തോട്ടമല്ല, ദൈവത്തിൻ്റെ പൂന്തോട്ടമാണ്. അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ബാഗ് നിറച്ച് ക്യാഷായിട്ട് പോകണം, എന്നാലേ എന്തെങ്കിലും കുറച്ചൊക്കെ വാങ്ങാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ജസ്റ്റ് ആലോചിച്ചത്. ബാഗിൽ ഒരു ദാതയെ പോലെ ബാഗിൽ നിറയെ ക്യാഷുമായിട്ട് പോയാലേ കുറച്ചെങ്കിലും പൂവ് കിട്ടുള്ളൂ. ദൈവത്തിൻ്റെ പൂന്തോട്ടമാകുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയായിരിക്കും, അത്യാവശ്യം റോയൽ ഫ്ലവർ അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ബാഗ്ദാദ് ദൈവത്തിൻ്റെ പൂന്തോട്ടം നമുക്ക് അവിടെ കിട്ടും. അത് കേരളത്തിൽ ആദ്യത്തെ നിസ്സഹകരണ കാർഷിക സമരം നടന്നത് എവിടെയാണ്? ആറാട്ടുപുഴയാണ്. കേരളത്തിൽ ആദ്യത്തെ നിസ്സഹകരണ കർഷക സമരം നടന്നത് ആറാട്ടുപുഴയാണ്. ഞാനവിടെ നമ്മുടെ ആറാട്ടെണ്ണ ഉണ്ടല്ലോ, ഇപ്പം പോപ്പുലറായിട്ടുള്ള ആറാട്ടെണ്ണ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. അവിടെ പുള്ളി അങ്ങോട്ട് സഹകരിക്കുന്ന ഒരാളല്ല എന്നുള്ള രീതിയിൽ എപ്പോഴും ഓരോരോ ഇഷ്യൂസായിട്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പുള്ളി ഒട്ടും സഹകരിക്കുന്നില്ല, എപ്പോഴും റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ രീതിയിൽ ആണ് ജസ്റ്റ് നമ്മൾ ഓർക്കാൻ വേണ്ടി ചെയ്തത്. ആരും അതാക്കാനല്ല, നമ്മൾ അങ്ങനെ കണ്ടപ്പം ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചാണ്. അടുത്തത്, ശ്രീനാരായണ ഗുരുദേവനെ ആദരിച്ചുകൊണ്ട് തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1967. 1967 ശ്രീനാരായണ ഗുരുദേവനെ ആദരിച്ചുകൊണ്ട് തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കി. അങ്ങനെ ജസ്റ്റ് അങ്ങനെ തന്നെ ഓർക്കാരും ഒന്നും കണക്ഷൻ കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് പറയണേ. 15ാമത്തെ ചോദ്യം, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സന്ദർശനത്തിൻ്റെ ആദരസൂചകമായി മെയ് 26 സയൻസ് ദിനമായി ആചരിക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡാണ്. സ്വിറ്റ്സർലൻഡ്. അപ്പം APJ അബ്ദുൽ കലാമിൻ്റെ സന്ദർശനത്തിൻ്റെ ആദരസൂചകമായിട്ട് മെയ് 26 സയൻസ് ദിനമായി ആചരിക്കുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. അപ്പം ഞാനവിടെ ജസ്റ്റ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് കണക്ട് ചെയ്തതാണ്. അപ്പം അത് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. 16ാമത്തെ ചോദ്യം നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഗുരുവായി കാണപ്പെടുന്ന വ്യക്തിയാണ് തൈക്കാട് അയ്യ. എല്ലാവർക്കും അറിയുന്നത്, നമ്മൾ ബേസിക്കലി പഠിക്കുന്ന സാധനമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഗുരുവായി കാണപ്പെടുന്ന വ്യക്തി തൈക്കാട് അയ്യ എന്നുള്ളത് നമുക്ക് ഈസിയായിട്ട് അവിടെ അറിയുന്നതാണ്. അടുത്തത്, നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായിട്ട് അർഹമായ അഴിമുഖത്തേക്ക് എന്ന നാടകം രചിച്ചത് N. കൃഷ്ണപിള്ളയാണ്. N. കൃഷ്ണപിള്ളയാണ് നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യമായിട്ട് കിട്ടിയ അഴിമുഖത്തേക്ക് എന്ന നാടകം രചിച്ചത്. അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് അങ്ങനെ തന്നെ ഓർത്ത് വെച്ചതാണ്, നമുക്കൊന്നും അവിടെ കണക്ട് ചെയ്യാനൊന്നും കിട്ടിയില്ല. എടുത്തത് 18ാമത്തെ ചോദ്യം, തമിഴ്നാടിൻ്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയാണ് R. വെങ്കിട്ടരാമൻ. തമിഴ്നാടിൻ്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയാണ് R. വെങ്കിട്ടരാമൻ. അപ്പം അത് ഞാൻ അത്യാവശ്യം റോയൽ എന്നുള്ള രീതിയിലാണ് ആലോചിച്ചത്. നമ്മൾ ഈ വ്യവസായ ശില്പി എന്ന് പറയുമ്പം അവിടെ R എന്നുള്ള ഇനീഷ്യൽ ഉണ്ടല്ലോ, ആ ഇനീഷ്യൽ നമ്മൾ റോൾസ് റോയ്സ് കാർ കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. റോൾസ് റോയ്സ് അതിൻ്റെ R ഞാൻ ഇനീഷ്യൽ വെച്ചിട്ടാണ് ജസ്റ്റ് ആലോചിച്ചത്. അപ്പോൾ വ്യവസായി എന്നൊക്കെ പറയുന്ന സമയത്ത് മുകേഷ് അംബാനി അങ്ങനത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന കാറാണ്. അപ്പോൾ ബോബി ഷമണറിൻ്റെ കയ്യിലുണ്ട്, അങ്ങനത്തെ ആൾക്കാരുടെ കയ്യിലൊക്കെ റോൾസ് റോയ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാടിൻ്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രപതി R. വെങ്കിട്ടരാമൻ എന്നുള്ളത്. അപ്പോൾ റോൾസ് റോയിൻ്റെ ലോഗോ ഞാൻ ആലോചിച്ചു, R എന്നുള്ള ആ ലെറ്റർ. അപ്പോൾ വ്യവസായികളൊക്കെയാണ് റോൾസ് റോയ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ R. വെങ്കിട്ടരാമൻ എന്നുള്ള ജസ്റ്റ് അവിടെ കിട്ടിയത്. ഓൾറെഡി അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ ജസ്റ്റ് നമുക്ക് അത്രയും ഒരു ടെൻഷൻ കാരണം കണക്ട് ചെയ്ത് വെച്ചാണ്. അടുത്തത് 19ാമത്തെ ചോദ്യം, ലോകത്തിലെ
ആദ്യ സാമ്രാജ്യം ഏത്? ലോകത്തിലെ ആദ്യ സാമ്രാജ്യമാണ് ബാബിലോണിയൻ സാമ്രാജ്യം. അപ്പം അത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടി നമ്മൾ ലോകത്തിലെ ആദ്യത്തെ സാമ്രാജ്യം തുടങ്ങിയാണ്. പുള്ളി ലോണൊക്കെ എടുത്തിട്ടാണ് തുടങ്ങിയത്. ലോണൊക്കെ എടുത്തിട്ടാണ് ഈ സാമ്രാജ്യം ഉണ്ടാക്കിയത്. സാമ്രാജ്യം ഉണ്ടാക്കുക പറഞ്ഞാൽ വലിയ ചിലവുള്ള കാര്യമാണല്ലോ. അപ്പം ലോണൊക്കെ എടുത്തു, പൈസ തികയുന്നില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് അവിടെ ബാബിലോണിയൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അടുത്തത് 20ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ആദ്യമായി ആരാണ് ബാല്യത്തിൽ കാളി എന്ന് അറിയപ്പെടുന്നത്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് നമ്മൾ കാളി എന്ന പേരിൽ അറിയപ്പെട്ടത്. അയ്യങ്കാളി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു ഫാക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സഹോദരി കുറത്തി എന്ന പദ്യം രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരി കുറത്തി എന്ന പദ്യം രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ സഹോദരൻ എന്നുള്ള രീതിയിൽ അവിടെ തന്നെ നമുക്ക് കിട്ടും. അതിന് കണക്ഷൻ്റെ ആവശ്യമില്ല. അടുത്തത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ മലയാളി സമരമായ കണ്ടല സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ തൊഴിലാളി സമരമായ കണ്ടല സമരം സംഘടിപ്പിച്ച അയ്യങ്കാളിയാണ്. നമ്മൾ ഈ അയ്യങ്കാളി എന്ന് പറഞ്ഞാൽ അയ്യപ്പനെ നമ്മൾ അങ്ങനെ കണ്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പം ദൈവങ്ങളെ നമ്മൾ നേരിട്ട് അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ അവിടെ കണ്ടല എന്നുള്ളത് അയ്യങ്കാളി എന്നുള്ളത് നമ്മൾ കണ്ടില്ല. മറ്റേ നവ്യനായർ പറഞ്ഞു ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്ന ഡയലോഗ് വെച്ചിട്ടാണ് ആലോചിച്ചത്. അപ്പം അയ്യങ്കാളിയിൽ നമ്മൾക്ക് അയ്യപ്പനെ കിട്ടും. അയ്യപ്പനെ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടില്ല സമരം, അയ്യപ്പനെ കണ്ടില്ല, നമ്മൾ അവിടെ ഒരു വിശ്വാസമാണല്ലോ ആ രീതിയിൽ. അടുത്ത 24ാമത്തെ ചോദ്യം. ലോകത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യ പുരുഷൻ വില്യം ഷേക്സ്പിയറാണ്. ലോകത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യ പുരുഷനാണ് വില്യം ഷേക്സ്പിയർ. പുള്ളിക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് ആദ്യമായിട്ട് സ്വീകരിക്കാൻ ധൈര്യം കാണിക്കുന്ന സമയത്ത് നമ്മളൊരു ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കണമല്ലോ. ആ രീതിയിൽ ജസ്റ്റ് ആലോചിച്ചു. പുള്ളി ഇപ്പോൾ അടുത്ത് മരിച്ചിട്ടുണ്ട്. അടുത്തത്. ലോകത്തിലെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആദ്യ വ്യക്തി, അതൊരു സ്ത്രീയാണ്. ആദ്യ വ്യക്തി എന്നറിയപ്പെടുന്നത് മാർഗരറ്റ് കീനറാണ്. അപ്പോൾ ഒരു വനിതയാണ് ആദ്യമായിട്ട് അത് സ്വീകരിക്കുന്നത്. മറ്റേത് പുരുഷനാണ് വില്യം ഷേക്സ്പിയർ. ആദ്യമായിട്ട് ലോകത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചതെന്ന് പറയുന്നത് മാർഗരറ്റ് കീനറാണ്. അപ്പോൾ ആദ്യമായിട്ട് സ്വീകരിച്ച വ്യക്തി ഒരു വനിതയാണ്. ഈ പുരുഷൻ ആരാന്ന് ചോദിച്ചാൽ രണ്ടാമത് സ്വീകരിക്കുന്ന ആളാണ് ഈ പറയുന്ന വില്യം ഷേക്സ്പിയർ. അത് ആദ്യത്തെ പുരുഷൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നു. ആദ്യ വ്യക്തി മാർഗരറ്റ് കീനർ. അപ്പോൾ ആദ്യത്തെ വ്യക്തി വനിതയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ ഈ മാർഗരറ്റ് കീനർ എന്നുള്ള ആലോചിക്കണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വെക്കുകയാണ്. വേറൊരു മാർഗ്ഗവും ഇല്ല വെക്കല്ലാണ്ട്, കോവിഡ് വാക്സിൻ സ്വീകരിക്കല്ലാണ്ട് വേറൊരു മാർഗ്ഗവും ഇല്ല. അതുകൊണ്ട് അങ്ങോട്ട് വെക്കുക. ആ രീതിയിൽ നമ്മൾ ജസ്റ്റ് ആലോചിച്ചു. അപ്പോൾ രണ്ടാമത് നമ്മൾ ആദ്യം വെച്ചത് വനിതയാണ്, ഒരു മാർഗ്ഗമില്ല, അപ്പോൾ ഒരു വെച്ചു. രണ്ടാമത് വന്നത് ഒരു പുരുഷൻ വന്നു. അപ്പോൾ നമ്മൾ പുള്ളി ധൈര്യം കാണിച്ചുകൊണ്ട് പുള്ളിക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു എന്നുള്ള രീതിയിൽ അവിടെ ജസ്റ്റ് അങ്ങനെ ആലോചിച്ചാൽ മതി. അടുത്തത്. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കറ്റ് വില്ലേജ് ഏതാണ്? കാവനൂർ എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസാണ് കാവനൂർ. അപ്പോൾ അവിടെ ജസ്റ്റ് നമുക്ക് പേര് തന്നെ അവിടെ ഓർത്ത് വെക്കാം. കണക്ഷൻസ് ഒന്നും ആലോചിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. 27ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ അസ്ഥികൂട തടാകം എന്നറിയപ്പെടുന്ന രൂപകുണ്ട്. ആ പേര് തന്നെ ഒരു സുഖമുണ്ട്. നമുക്ക് ഈ മറ്റേ ഒരു അസ്ഥികൂടത്തിനൊരു രൂപം ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ പുലിവാൽ കല്യാണത്തിൽ ഒരു കുളത്തിൽ നിന്ന് ഡെഡ് ബോഡി പൊക്കിക്കൊണ്ടിരുന്ന ഒരു സീനുണ്ട്. അതിനൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ. സ്കെൽട്ടൺ ആണെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ. അപ്പോൾ രൂപകുണ്ട് ഒരു കുണ്ടിൽ നിന്നാണ് എടുത്തുകൊണ്ട് വരുന്നത് നല്ല രീതിയിൽ അസ്ഥികൂട തടാകം രൂപകുണ്ട് നല്ല രീതിയിൽ നമുക്ക് ജസ്റ്റ് കിട്ടും. ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാജ്യം ഇസ്രായേലാണ്. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. എടുത്തത്. ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ അടിസ്ഥാനമാക്കിയുള്ള ATM സ്ഥാപിച്ച ബാങ്ക് DCM ബാങ്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ അടിസ്ഥാനമാക്കിയുള്ള ATM സ്ഥാപിച്ച ബാങ്കാണ് DCM ബാങ്ക്. അതങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. 31ാമത്തെ ചോദ്യം. പൂട്ടില്ലാത്ത ശാഖ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് യൂക്കോ ബാങ്ക്. പൂട്ടില്ലാത്ത ശാഖ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് യൂക്കോ ബാങ്ക്. അപ്പോൾ ഞാനത് ആലോചിച്ചത്, നമ്മുടെ ഈ പറങ്കിപ്പൂട്ടുണ്ടല്ലോ, അതിൻ്റെ പൂട്ടിൻ്റെ സംഭവം U ഷേപ്പാണല്ലോ. നമ്മൾ സാധാരണ ഈ ഗ്രില്ലും കാര്യങ്ങളൊക്കെ പൂട്ടാൻ ഉപയോഗിക്കുന്ന ഷട്ടറൊക്കെ പൂട്ടുന്നത് ഈ പൂട്ടിൻ്റെ അവിടെ U ആകൃതിയിലല്ലേ. പൂട്ട് ഇല്ലാത്ത ശാഖ ആരംഭിച്ച ആദ്യ ബാങ്ക് യൂക്കോ ബാങ്ക്. ആ U ഷേപ്പിലുള്ള പൂട്ട് ആലോചിച്ചാൽ മതി. ഇപ്പോൾ പൂട്ടില്ലാത്ത ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് യൂക്കോ ബാങ്ക് എന്നുള്ളത് നമുക്ക് അവിടെ ജസ്റ്റ് കിട്ടും. അടുത്തത്. ഇന്ത്യയിലെ ശപിക്കപ്പെട്ട നദി എന്നറിയപ്പെടുന്നത് കർമ്മനാശയാണ്. ഇപ്പം നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ശപിച്ച് വിടുകയാണ് നദീനെ. കർമ്മനാശ, അവിടെ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുക എന്നുള്ള ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ശപിക്കപ്പെട്ട നദി അറിയുന്നത് കർമ്മനാശ എന്നുള്ളത് കിട്ടും. അത് ചൈനയിലെ ഏറ്റവും അവസാനത്തെ രാജവംശം മഞ്ജു രാജവംശമാണ്. എല്ലാവർക്കും അറിയുന്നതാണ്. വേണമെങ്കിൽ നമുക്കിങ്ങനെ കണക്ട് ചെയ്യാം.
മഞ്ച് കഴിച്ച് പോയിഷൻ അടിച്ചിട്ട് ആ ഒരു സാമ്രാജ്യം നശിച്ചു പോയി എന്നുള്ള രാജവംശം, അവസാനത്തെ രാജവംശമായിരുന്നു. മഞ്ച് കഴിച്ച് മഞ്ചിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഓർത്ത് വെക്കാം. ചൈനയിലെ ഏറ്റവും അവസാനത്തെ രാജവംശമല്ലേ, മഞ്ച് കഴിച്ച് അവസാനിച്ചു എന്ന് അറിയിച്ചാൽ മതി. അടുത്തത് 34ാമത്തെ ചോദ്യം. ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ നിർമ്മിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബോസ്. ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ നിർമ്മിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബോസ്. അടുത്തത്, യുദ്ധക്കപ്പലിൽ ATM സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് SBI. യുദ്ധക്കപ്പലിൽ ATM സ്ഥാപിച്ച ആദ്യ ബാങ്ക് SBI ആണ്. അങ്ങനെ തന്നെ ഓർക്കുക. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ പഞ്ചായത്ത് മാരാരിക്കുളം. കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ പഞ്ചായത്ത് മാരാരിക്കുളം. അപ്പം ഈ കുളത്തിലൊക്കെ വനിതകൾ എല്ലാവരും കൂടി ടീമായിട്ടൊക്കെ ആയിരിക്കും അലക്കലും കുളിക്കലും പരിപാടിയൊക്കെ. അപ്പോൾ ഭയങ്കര സൗഹൃദമായിരിക്കും. അവർ നമ്മുടെ കഥയൊക്കെ പറഞ്ഞ് നാട്ടുവർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവരെ കുളിയും പരിപാടിയും അലക്കലും ഒക്കെ അവിടെ നിന്ന് അങ്ങനെ ഭയങ്കര സൗഹൃദത്തിലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ മാരാരിക്കുളം എന്നുള്ള രീതിയിൽ ആലോചിക്കുക. 37ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ അൽബുക്കർക്കാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചെന്ന് വെച്ചാൽ യഥാർത്ഥ സ്ഥാപകൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു പോർച്ച് വീട്ടിൽ ഉണ്ടാക്കി അത് യഥാർത്ഥമാകണമെങ്കിൽ നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്യണം. നമ്മൾ പോർച്ച് ഉണ്ടാക്കിയിട്ട് ആ പോർച്ചിനൊരു യാഥാർത്ഥ്യം ഒരർത്ഥം കിട്ടണമെങ്കിൽ നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്യണം, കാറ് ബുക്ക് ചെയ്യണം, എന്നിട്ട് പോർച്ച് കൊണ്ടുവരണം. എന്നാലേ ഒരു പോർച്ച് ഉള്ളതിനൊരു വെറുതെ പോർച്ച് ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ലല്ലോ. ഒരു കാറ് ബുക്ക് ചെയ്യുക, എന്നിട്ട് പോർച്ച് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ. അപ്പം ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ. അപ്പം പോർച്ച് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒരു കാറും കൂടി അവിടെ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിലായിരിക്കും. 38ാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ കാലം ലോകസഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്ന വ്യക്തിയാണ് ഫ്രാങ്ക് ആൻ്റണി. ഏറ്റവും കൂടുതൽ കാലം, കാരണം പുള്ളി അത്രയും ഫ്രാങ്ക് ആയിരുന്നു, ഒന്നും ഒളിച്ചു വെക്കൂല, ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഓപ്പണായിട്ട് പറയുമായിരുന്നു. അതുകൊണ്ട് അത്രയും കാലം പുള്ളീനെ തന്നെ, ഈ ഫ്രാങ്ക് ആൻ്റണീനെ തന്നെ അവിടെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് നിലനിർത്തി എന്നുള്ള രീതിയിൽ ഓർക്കുക. ഭയങ്കര ഫ്രാങ്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ വിട്ടുകളയില്ലല്ലോ. നമുക്ക് കണ്ടെത്തരമൊന്നുമില്ലാത്തൊരു മനുഷ്യൻ ഫ്രാങ്ക് ആണെന്നുള്ള രീതിയിൽ നമുക്ക് ഫ്രാങ്ക് ആൻ്റണീനെ നമുക്ക് കണക്ട് ചെയ്യാം. ലോകത്തിലെ ആദ്യ കാർബൺ നെഗറ്റീവ് രാജ്യമാണ് ഭൂട്ടാൻ. ലോകത്തിലെ ആദ്യ കാർബൺ നെഗറ്റീവ് രാജ്യം ഭൂട്ടാനാണ്. ഇപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഭൂട്ടാൻ ബമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറ്റി നെഗറ്റീവ് അടിച്ച ആൾക്കാരെ മുന്നേ കൂടെ നമുക്ക് കാറ് ഓടിച്ച് ഇങ്ങനെ പോകാന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. നമ്മൾ ഇപ്പോൾ ലോട്ടറി സ്ഥിരമായിട്ട് എടുക്കുമ്പോൾ ആൾക്കാരൊക്കെ പറയും, കിട്ടുന്ന പൈസയൊക്കെ ലോട്ടറി എടുത്ത് തീർക്കുകയാണ്, പുരയിലേക്കൊന്നും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് എന്തായാലും നെഗറ്റീവ് പറയും. ആ ഭൂട്ടാൻ അടിച്ചു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് അടിച്ച ആൾക്കാരെ മുന്നേ കൂടെ നമുക്ക് കാർ എടുത്ത് ഇങ്ങനെ ലാവിഷായിട്ട് പോകാം. മറ്റേ നമ്മളെ ഇന്നസെൻ്റ് പറയുന്ന ഡയലോഗ്, ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരുന്ന അറിയില്ലേ, ആ സംഭവം ആലോചിച്ചപ്പം കിട്ടിയാണ്. അടുത്തത് 40ാമത്തെ ചോദ്യം. ഭീമൻ പാണ്ഡെയുടെ സ്വദേശം ചൈനയാണ്. ഭീമൻ പാണ്ഡെയുടെ സ്വദേശം ചൈന. അത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഡെയിലി ലൈഫിൽ ഉണ്ടായ സംഭവം വെച്ചാൽ, ഞാൻ ചെറുപ്പത്തിൽ ഒരു കാൽക്കുലേറ്റർ വാങ്ങി. അതായത് മൊബൈൽ ഫോൺ പോലെ അടയ്ക്കാനും തുറക്കാനും പറ്റുന്നൊരു ചെറിയൊരു കാൽക്കുലേറ്റർ. കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ഫോൺ പോലെ തോന്നും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഡിസ്പ്ലേക്ക് പകരം ഡിസ്പ്ലേയിൽ ഒരു പാണ്ഡേൻ്റെ ചിത്രമായിരുന്നു. ആ ഒരു കാൽക്കുലേറ്റർ മെയ്ഡ് ഇൻ ചൈനയായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ജസ്റ്റ് ആലോചിച്ചത്. ഞാനന്ന് വാങ്ങിയ ആ ഒരു മൊബൈൽ, അതായത് ചിലപ്പം കണ്ടിട്ടുണ്ട്, അതിൽ ഡിജിറ്റൽ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നൊരു കാൽക്കുലേറ്റർ ഇങ്ങനെ മൊബൈൽ പോലെ, അങ്ങനെ പണ്ടത്തെ മൊബൈൽ പോലെ ഇങ്ങനെ ഫ്ലാപ്പായിട്ട് അടയ്ക്കാനും തുറക്കാനും പറ്റും. അപ്പോൾ അത് തുറക്കുമ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കിയ ഒരു പാണ്ഡേൻ്റെ ഒരു സ്റ്റിക്കറായിരുന്നു. അപ്പോൾ അത് ചൈന ഫോണൊക്കെ ചൈനയിൽ ഉണ്ടാക്കിയ മെയ്ഡ് ഇൻ ചൈന ലാപ്ടോപ്പ് ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ. അടുത്തത്, എന്തിൻ്റെ കൃഷിക്കാണ് കവേര മണ്ണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്? കുങ്കുമമാണ്. കവേര മണ്ണ് കൂടുതൽ കുങ്കുമം. അടുത്തത്, ചൈന സന്ദർശിച്ച ആദ്യ യൂറോപ്യൻ സഞ്ചാരിയാണ് മാർക്കോ പോളോ. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. ചൈന സന്ദർശിച്ച ആദ്യ യൂറോപ്യൻ സഞ്ചാരി മാർക്കോ പോളോ. വേണമെങ്കിൽ പോളോ കാറിലാണ് പുള്ളി ചൈന സന്ദർശിച്ചതെന്നുള്ളത് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ ചൈന സന്ദർശിച്ചിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ പൊളിയായിരുന്നു. നമ്മളൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സാധനങ്ങളാണല്ലോ ചൈനയിൽ കിട്ടുക. അവിടുത്തെ മാർക്കറ്റിൽ പൊളിഞ്ഞ സാധനങ്ങളായിരുന്നു. മാർക്കോ പോളോ ചൈന സന്ദർശിച്ച ആദ്യ യൂറോപ്യൻ സഞ്ചാരി. ചൈന സന്ദർശിച്ച സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ, അവിടുത്തെ മാർക്കറ്റിലത്തെ സാധനങ്ങളൊക്കെ പൊളിഞ്ഞ സാധനങ്ങളായിരുന്നു. വാങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാധനം ഡാമേജ് ആയി എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അല്ലെങ്കിൽ പോളോ കാറിനെ പറ്റി അറിയുന്ന ആളുകൾക്കാണെങ്കിൽ ചൈന ആദ്യമായിട്ട് സന്ദർശിച്ചത് ഈ പോളോ കാറിലായിരുന്നു എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. 43ാമത്തെ ചോദ്യം. കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെൻറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെക്കന്ദരാബാദാണ്. കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെൻറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഈ ഡിഫൻസ് ചെയ്യുന്നുള്ളത്, നമ്മുടെ പഞ്ചാബി ഹൗസിലെ ലാൽ അഭിനയിച്ച ഒരു ക്യാരക്ടറുണ്ട്, സിക്കന്ദർ എന്ന് പറയുന്ന ഒരു പേരിലാണ്. അപ്പോൾ പുള്ളി ഭയങ്കര ഡിഫൻസാണ്. എല്ലാവർക്കും പുള്ളിനെ പേടിയാണ്. പുള്ളിയിൽ ദിലീപിനെയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഭയങ്കര ഡിഫൻസാണ്, എല്ലാവരെയും അടിച്ച് നിലംപരിത്താകും. അപ്പം കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെൻറ്റ് സെക്കന്ദരാബാദ്. അപ്പോൾ നമ്മൾ സിക്കന്ദറിനെ ആലോചിക്കുക. നമ്മൾ പഞ്ചാബി ഹൗസിലെ സിക്കന്ദർ, പുള്ളി ഭയങ്കര ഡിഫൻഡായിട്ടുള്ള
ഡിഫെൻസ് ചെയ്യുന്നുള്ള രീതിയിൽ ആലോചിക്കാം. പിന്നെ 44ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കാണ് HDFC ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കാണ് HDFC ബാങ്ക്. 45ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാബർ എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവാണ്. അപ്പോൾ നമ്മളത് ആലോചിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലൈവ് എന്നുള്ള ക്ലീൻ ഷേവ് എന്നുള്ള രീതിയിലൊരു സംഭവം ആലോചിക്കാമല്ലോ. അപ്പം ബാർബറാണ് ക്ലീൻ ഷേവ് ചെയ്ത് തരുന്നതെന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ ക്ലൈവ് ക്ലീൻ ഷേവ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ഒരു ലെറ്ററിൻ്റെ മുകളിൽ നമുക്ക് പിടിക്കാവുന്നതാണല്ലോ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് എന്നുള്ളത് ജസ്റ്റ് അവിടെ നമുക്ക് പിടിക്കും. അടുത്തത്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ ഭരണത്തലവൻ ലഫ്റ്റനൻറ്റ് ഗവർണറാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ ഭരണത്തലവൻ എന്ന് പറയുന്നത് ലഫ്റ്റനൻറ്റ് ഗവർണറാണ്. അടുത്തത് 47ാമത്തെ ചോദ്യം, ഫോക്ലാൻഡ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഫോക്ലാൻഡ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം അറ്റ്ലാന്റിക് ആണ്. അപ്പോൾ ഫോക്ലാൻഡ്, അറ്റ്ലാന്റിക് ആ രണ്ടിനും ലാൻഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാൻഡ് വെച്ചിട്ട് അവിടെ സിമിലാരിറ്റി നോക്കിയിട്ട് അറിയിക്കാൻ പറ്റും. 48ാമത്തെ ചോദ്യം, കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ എന്നറിയപ്പെടുന്നതാണ് സ്ത്രീ ശക്തിയാണ്. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ എന്നറിയപ്പെടുന്നത് സ്ത്രീ ശക്തിയാണ്. അപ്പോൾ നമ്മൾ ഈ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ നമ്മൾ കുടുംബശ്രീയിലെ കുറച്ച് വനിതകൾ നമ്മൾ ഈ പോർട്ടർ ആയിട്ട് ജോലി ചെയ്യാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് എടുക്കുന്നത്. അപ്പം നല്ല ശക്തി വേണമല്ലോ. അപ്പോൾ വെബ് പോർട്ടൽ എന്നുള്ളത് ജസ്റ്റ് നമ്മൾ പോർട്ടർമാർക്ക് നല്ല ശക്തി വേണമെന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ സ്ത്രീ ശക്തി എന്നുള്ളത് കിട്ടും. ഇനി സ്ത്രീ ശക്തിക്ക് പകരം വേറെ എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ പോർട്ടർ എന്ന് പറയുമ്പോൾ, വെബ് പോർട്ടൽ എന്ന് പറയുമ്പോൾ അവിടെ പോർട്ടർമാരെ ആലോചിക്കുക. അവിടെ അവർക്ക് നല്ല ശക്തി വേണം. നല്ലൊരു ഈ ചാക്കോ സാധനങ്ങളൊക്കെ എടുത്ത് പൊന്തിക്കണമെങ്കിൽ നല്ല മസിൽ വേണമെന്നാണ് അറിയാം. 49ാമത്തെ ചോദ്യം, സിയാച്ചിനിൽ സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. സിയാച്ചിനിൽ സന്ദർശനം നടത്തിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. അപ്പം നമുക്ക് സിയാച്ചിനിലൊക്കെ സന്ദർശനം നടത്തണമെന്ന് ആർക്കായാലും ഒരു മോഹം ഉണ്ടാവും. ആദ്യമായിട്ട് ആണെങ്കിലും നമ്മൾ ഒരു മോഹം ഉണ്ടാവും സിയാച്ചിനിലൊക്കെ സന്ദർശനം നടത്താനുള്ളത്. അപ്പോൾ ആ രീതിയിൽ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ കിട്ടും. അടുത്ത്, ഭാവിയുടെ ലോകം എന്നറിയപ്പെടുന്ന ടൈറ്റാനിയമാണ്. ഭാവിയുടെ ലോകം എന്നറിയപ്പെടുന്ന ടൈറ്റാനിയം. അപ്പം നമ്മൾ അങ്ങനെ ഭാവി ഭയങ്കര ടൈറ്റായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി നമ്മൾ PSC എക്സാംസൊക്കെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് ജസ്റ്റ് അവിടെ ആലോചിച്ചത്. ഭാവിയുടെ ലോകം എന്നുള്ള ഭാവി ലോകം എന്നുള്ളത് രീതിയിലാണ്, ലോകത്തിന് ലോകം എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചത്. നമ്മുടെ ഭാവിയിൽ വരാനുള്ള ലോകം ഭയങ്കര ടൈറ്റായിരിക്കും. കാരണം അത്രയും കോമ്പറ്റീഷനാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ജസ്റ്റ് ഓർത്താൻ പറ്റും. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, കുറേയൊക്കെ ഈസി ആയിട്ട്. പിന്നെ തുടക്കം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 50 ചോദ്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ കുറച്ചെണ്ണം നമുക്ക് കോഴ്സ് കിട്ടാത്തതുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ കോഴ്സ് നല്ലത് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ പറഞ്ഞതിൽ കുറച്ചുകൂടി നല്ല കോഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതുപോലെ ഇനിയും ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഡ്രൈവ് കിട്ടുന്നത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പം എല്ലാവരും വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.